നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹെർമിറ്റാണ് വന്നിരിക്കുന്നത്. ആളിപ്പോൾ ഒരു മെഡിറ്റേഷൻ മോഡിലാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ച് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഒറ്റപ്പെട്ടു പോയി ലൈഫിൽ എന്നാണ് ആൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളില്ലാതെ ഒരു പൂർണ്ണത ആൾക്ക് കിട്ടുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. ആൾ ഒറ്റയ്ക്കായിപ്പോയി എന്നുള്ളൊരു ചിന്തയിലാണ് ഇരിക്കുന്നത്. നൈറ്റ് ഓഫ് വാൺസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു ആൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെ. വളരെയധികം ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ അവർക്ക് നിങ്ങളോട് തോന്നുന്നു. വളരെയധികം പാഷൻ തോന്നുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആവേശമുണ്ട്, നിങ്ങളിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ. എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആളതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആളുടെ ലൈഫിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. വേറെ എന്തൊക്കെയോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ അതിന് ഫോക്കസ് കൊടുക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ബിസി ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ആൾ. 9 ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴായിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം. ആ ഒരു സെൽഫ് ലവിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന ആ ഒരു കാര്യമൊക്കെ ആളിപ്പോൾ ഓർക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സക്സസ്ഫുൾ ആയിരുന്നു നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. 8 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറ്റി നിങ്ങളുടെ അടുത്ത് തന്നെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. 8 ഓഫ് വാൺസ് എന്ന് പറയുന്നത് ഒരു മെസ്സേജ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് എംപ്രസ് ആണ്. നിങ്ങളാണ് അവരുടെ ലൈഫിൽ അവരുടെ കൗണ്ടർ പാർട്ട് എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്.